മാറുവാനായിട്ട് പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്ത അവസ്ഥയിലാണോ നിങ്ങളുള്ളത് എങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു കഴുത്ത് വേദന റൂട്ട് കോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോൾഡർ കമ്പാർട്ട്മെന്റിൽ നിന്ന് ആയിരിക്കാം. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഒരുപാട് അധ്വാനം, കൈകൾ കൊണ്ട് ഒരുപാട് അധ്വാനമുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ഫോഴ്സ്, നമ്മുടെ കൈകളിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫോഴ്സ്, ആ പവർ, അത് വരേണ്ടത് നമ്മുടെ ഷോൾഡർ മസിൽസിൽ നിന്നാണ്. അതായത് നമ്മുടെ സ്കാപ്പുലർ മസിൽസിൽ നിന്നും കഫ് മസിൽസിൽ നിന്നുമാണ്. പലപ്പോഴും ജോലികൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ താൽക്കാലിക ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജോലികൾ ചെയ്യാം. അതുമല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു മസിൽ സ്ട്രെങ്ത് നമ്മുടെ ഷോൾഡർ മസിൽസിന് ഇല്ലാത്ത അവസ്ഥ വരാം. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പലപ്പോഴും എനിവേ നമുക്ക് എന്തായാലും ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജോലികൾ ചെയ്യണം. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ ജോലികൾ നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ചെയ്യുന്നതിന്റെ എല്ലാത്തിൻ്റെയും ആ ഒരു റിസൾട്ടന്റ് ആയിട്ട് ഇതിന്റെ ലോഡ് കംപ്ലീറ്റ് വരുന്നുണ്ടാവുക നമ്മുടെ ഈ നെക്ക് മസിൽസിലേക്ക് ആയിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് നെക്ക് മസിൽസിലേക്ക് ആ ഒരു ലോഡ് വരുന്നത് കാരണം ആ നെക്ക് മസിൽസ് മെല്ലെ സ്പാസം അല്ലെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയും അതുമായി ബന്ധപ്പെട്ട് വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് വളരെ കൃത്യമായി അസസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഈ ഷോൾഡർ റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ആ ഒരു കഴുത്ത് വേദനയെങ്കിൽ അതിനനുസരിച്ചുള്ള നെക്കിലും ഒരേപോലെ തന്നെ കഴുത്തിലും ആ ഷോൾഡർ കമ്പാർട്ട്മെന്റിലും ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചികിത്സകൾ മുന്നോട്ട്